أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട പഠിതാക്കളെ, പരിശുദ്ധ ഖുർആൻ പഠന പരമ്പര തുടരുകയാണ്. ഇന്ന് വിശുദ്ധ ഖുർആനിൻ്റെ അതുല്യതയെക്കുറിച്ച് അല്പം കാര്യങ്ങൾ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ആദ്യമായിട്ട് പറയാനുള്ളത്, എല്ലാ ഗ്രന്ഥങ്ങളും ലോകത്ത് വിരചിതമായിട്ടുള്ള ഇന്ന് നമ്മുടെ പുസ്തകശാലകളിലും ഗ്രന്ഥശാലകളിലും മറ്റും കാണുന്ന ഏത് ഗ്രന്ഥത്തിൻ്റെയും ആമുഖത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, കുല്ലു കിതാബിൻ യബ്ദഉ ഖായിലുഹു ബിഇഅ്തിദാരി അനി തഖ്സീർ, അതായത് തങ്ങളുടെ രചന പരിപൂർണമല്ല, അപൂർണമാണ്, ഇതിലെ പിഴവുകൾ ഉണ്ടാവാം, നിങ്ങൾ ഉണർത്തണം തുടങ്ങിയ വാചകങ്ങളിൽ എല്ലാവരും സ്വയം സാക്ഷ്യപ്പെടുത്തുമ്പോൾ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഈ ഗ്രന്ഥം നമ്മെ പരിചയപ്പെടുത്തുന്നത് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, യാതൊരുവിധ സംശയത്തിനും വഴിയില്ലാത്ത, സാധ്യതയില്ലാത്ത ഗ്രന്ഥമാണിത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞു രണ്ടാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ ബഖറയിലെ പ്രാരംഭ സുക്തമാണിത്. ഈ ഗ്രന്ഥം സംശയത്തോടുകൂടെ സമീപിക്കേണ്ട എന്നല്ല, സംശയത്തിന് വകയില്ല. ലാ റൈബ ഫീഹി എന്ന് പറയുന്നു. ലോകത്തുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും എത്ര വിഭിന്നമാണ് ഈ ഗ്രന്ഥം. കാരണം ഇത് റബ്ബിൻ്റെ കലാമാണ്. അള്ളാഹുവിൻ്റെ കലാം എന്ന് പറഞ്ഞാൽ അവിടെ തെറ്റിദ്ധാരണകൾക്കോ സംശയങ്ങൾക്കോ മറ്റു പാകപ്പിഴവുകളോ ഒരിക്കലും ഉണ്ടാവുകയില്ല. സൃഷ്ടികളെ പടച്ച പരിപാലിക്കുന്ന ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഖദീമായി നിലനിൽക്കുന്ന, ലോകം നശിച്ചാലും അവശേഷിക്കുന്ന റബ്ബ്, ആ റബ്ബിൻ്റെ ഗ്രന്ഥത്തിൽ യാതൊരുവിധ പാകപ്പിഴവുകളും ഇല്ല എന്നത് ഈ ഖുർആനിൻ്റെ ഒരു അത്ഭുതമാണ്. മറ്റൊരു കാര്യം ശ്രദ്ധേയമായിട്ടുള്ളത്, ഈ പരിശുദ്ധ ഗ്രന്ഥം അത് കൃത്യമായി പഠിച്ച് പാരായണം ചെയ്ത് അതിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ അവർ സന്മാർഗത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, സൂറത്തുൽ ഫാത്തിഹയിൽ, അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രാരംഭം മുതൽ ഖുർആനിൻ്റെ അവസാന ഭാഗം വരെ എപ്പോഴും മനുഷ്യൻ്റെ സന്മാർഗ ദർശനം എന്ന ഹിദായത്തുള്ള, ഹുദ, സന്മാർഗം, വിജയമാർഗം, ഇതിനെക്കുറിച്ച് ഖുർആൻ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥത്തെക്കുറിച്ച് തന്നെ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഈ ഗ്രന്ഥം ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ റമളാൻ മാസം അവതരിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആൻ ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് സന്മാർഗ ദർശനം നൽകുന്ന വേദഗ്രന്ഥമാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, അസത്യകാര്യങ്ങളെയും നന്മയെയും വിശദീകരിക്കുന്ന ഈ ഗ്രന്ഥം എന്ന് ഖുർആൻ സ്വയം പരിചയപ്പെടുത്തുന്ന അത്ഭുതമായ കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുക. മറ്റൊന്ന്, പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു ചോദ്യമാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. സൂറത്തുൽ മുഹമ്മദിൻ്റെ 4-ാമത്തെ വചനത്തിൽ ഖുർആൻ ചോദിക്കുകയാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിൽ ചിന്തിക്കുന്നില്ലേ? അതല്ല, നിങ്ങളുടെ ഹൃദയങ്ങൾ അടച്ചിടുകയാണ്. അതായത് ഖുർആനിൻ്റെ അത്ഭുതങ്ങൾ അറിയണമെങ്കിൽ ഹൃദയ സാന്നിധ്യം കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യണം. കേവലം ഒരു പാരായണം കൊണ്ട് ഇതിൻ്റെ അത്ഭുതങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. ഖുർആനിൻ്റെ അത്ഭുതങ്ങളും അതിൻ്റെ വിശാലമായ അർത്ഥതലങ്ങളിലേക്കും നാം ഒന്ന് കണ്ണോടിക്കണമെങ്കിൽ അതിന് ആദ്യമായി വേണ്ടത് ഹൃദയ സാന്നിധ്യമാണ്. മനസാന്നിധ്യമില്ലാതെ ഏതൊരു കാര്യവും നമ്മൾ എത്ര കേട്ടിട്ടും കാര്യമില്ല. ഇതേപോലെ തന്നെ ഖുർആൻ നമ്മളോട് പറയുന്നു, ഒരു നിമിഷം അതല്ലെങ്കിൽ ഒരല്പനേരം ഈ ഗ്രന്ഥത്തെ മനസ്സു തുറന്നൊന്ന് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ? തീർച്ച, നിങ്ങൾക്ക് സന്മാർഗമുണ്ട്. ഖുർത്തുബി ഇമാം പറയുന്ന ഒരു കാര്യമുണ്ട്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാ. സൂറത്തുൽ ഹശറിൻ്റെ ലൗ അൻസൽന എന്നൊക്കെ നമ്മൾ വിളിപ്പേരിട്ട് പറയാറുള്ള ഈ ആയത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ച്, അതിൻ്റെ അർത്ഥഗർഭങ്ങളെക്കുറിച്ച്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഖുർആൻ തന്നെ നമ്മളോട് പരിചയപ്പെടുത്തുകയാണ്. അതായത് ഈ പരിശുദ്ധ ഖുർആനിൽ ചിന്തിച്ച് ബോധ്യം വരുന്ന ആളുകൾക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവും.
കാരണം ഈ ഗ്രന്ഥമെങ്ങാനും ഒരു പർവ്വതത്തോടാണ് സംസാരിച്ചതെങ്കിൽ ലങ്കാദത്ത് ലിമവാഇലിഹി ഖുർത്തുബി ഇമാം നമ്മളോട് പറഞ്ഞു തരികയാണ്, ഈ ഗ്രന്ഥത്തിൻ്റെ ഉപദേശത്തിന് മുമ്പിൽ ഈ പർവ്വതം നശിച്ചു പോവുകയായിരുന്നു. ഇന്നാ അറദ്നൽ അമാനത അലസ്സമാവാതി വൽ അർദി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹ. ആകാശഭൂമികൾ ഈ ഗ്രന്ഥത്തെ ഏറ്റെടുക്കാൻ വേണ്ടി നിന്ന സന്ദർഭത്തെക്കുറിച്ച് സൂറത്തുൽ അഹ്സാബിൽ പറയുന്നുണ്ട്. ആകാശഭൂമികൾ പോലും ഒരു സമയം, ഒരു നിമിഷം ഞങ്ങളില്ലെന്ന് പറഞ്ഞ് തോറ്റോടിയ ഈ ഗ്രന്ഥം മാനവരാശിക്ക് റബ്ബ് സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ മഹത്വമുണ്ട്. ഈ ഗ്രന്ഥം മനുഷ്യൻ ചിന്തിക്കേണ്ട, അവൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിനു വേണ്ടി പ്രത്യേകം പ്ലാൻ ചെയ്യാൻ വേണ്ടി ഒരു ദസ്തൂറയായി നമ്മൾ കാണേണ്ട ഗ്രന്ഥമാണ്. ഈ ഖുർആൻ അവതരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആരംഭക്കനിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബികളിലേക്ക് ഈ ഗ്രന്ഥവുമായി വരുമ്പോൾ ഫസ്തംസിക് ബില്ലദീ ഊഹിയ ഇലൈക ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം, നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ ഗ്രന്ഥം അവതരിച്ച അറബികൾ അന്ന് അവരുടെ മനസ്സുകൾ പാറ പോലെ കടുകടുത്ത ഹൃദയങ്ങളായിരുന്നു. ആ ഹൃദയങ്ങളെ ഖുർആൻ എങ്ങനെയാണ് സ്വാധീനിച്ചത്? ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ചെയ്ത് നമുക്ക് വഴി തെളിയിച്ചു തന്ന ഇസ്ലാമിൻ്റെ ഈ ഒരു മതത്തിൻ്റെ ഉമ്മത്ത് മുഹമ്മദിയ, ഈ ഒരു സമുദായത്തിൽപ്പെട്ട ഉന്നതരായിക്കൊണ്ട് സ്വഹാബത്തിൽ മാറാൻ ഈ ഖുർആൻ അവർ മുറുകെ പിടിച്ചു. അതോടുകൂടി അവരുടെ ദൂഷ്യ സ്വഭാവങ്ങളും മറ്റു മോശം ചിന്താഗതികളും കടുകടുത്ത ഹൃദയവും മയപ്പെട്ടു ഖുർആനിന് മുന്നിൽ കീഴൊതുങ്ങുകയായിരുന്നു. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ എന്ന അറബി ഭാഷയിലാണ് നാം നിങ്ങൾക്ക് അവതരിപ്പിച്ചതെന്ന് സൂറത്ത് യൂസുഫിൻ്റെ പ്രാരംഭ വചനത്തിൽ നമുക്ക് കാണാം. കാരണം അറബി ഭാഷ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഭാഷകളിൽ ഏറ്റവും വിശാലമായ ആഴമുള്ള ഭാഷയാണ്. അർത്ഥങ്ങൾക്ക് തന്നെ വൈവിധ്യങ്ങളും വിഭിന്നമായ രൂപങ്ങളുമുള്ള പ്രയോഗങ്ങളുമുള്ള ഈ ഭാഷയിൽ തന്നെ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. ഈ ഏറ്റവും ഉന്നതമാകുന്ന ഈ ഗ്രന്ഥം ഏറ്റവും ഉന്നതമാകുന്ന ഭാഷയിൽ ഏറ്റവും ഉന്നതരാകുന്ന നേതാവിന് നബിക്ക് ഏറ്റവും ഉന്നതരാകുന്ന മലക്കിൻ്റെ സാന്നിധ്യത്തിൽ ഏറ്റവും സുന്ദരമായ ഭൂമിയിലെ ഉന്നത സ്ഥലത്ത് ഏറ്റവും നല്ല സമയത്ത് ഇറക്കി കൊടുത്തു. അതോടുകൂടെ കമുലമിൻ കുല്ലിൽ വുജൂഹ്, എല്ലാ അർത്ഥത്തിലും ഇത് കാമിലായിട്ടുണ്ട് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയത് നാം ഓർക്കണം. ഖുർആൻ പലപ്പോഴായി പറയുന്ന കാര്യം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ, ഏതൊരു ഗ്രന്ഥകർത്താവും ഒരു ഗ്രന്ഥവും ഇത് അപൂർണമാണെന്ന് എടുത്തു പറയുമ്പോഴും ഖുർആൻ പറയുന്നു മാ ഫറത്തിനാ ഫിൽ കിതാബി മിൻ ഷൈ. സൂറത്തുൽ അൻആമിലെ ഈ ആയത്തിൻ്റെ ഉദ്ദേശം ഖുർആനിൽ സർവ്വവിജ്ഞാന ശാഖകളും അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്ഭുതങ്ങളുടെ കലവറയാണ് പരിശുദ്ധ ഖുർആൻ. ആകാശഭൂമികളുടെ അത്ഭുതങ്ങളെക്കുറിച്ച്, മാനവ സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പരിപാലനത്തിൻ്റെ അവരുടെ സാംസ്കാരിക മുന്നേറ്റത്തിന് വേണ്ട ഘടകങ്ങളെക്കുറിച്ച് തുടങ്ങി സർവ്വതല സ്പർശിയാണ് ഈ ഗ്രന്ഥം. അതുകൊണ്ടാണ് മാ ഫറത്തിനാ ഫിൽ കിതാബി മിൻ ഷൈ എന്ന് പറഞ്ഞത്. അമ്പിയാക്കളുടെ മലായിക്കത്തുകളുടെ പൂർവ്വകാല സമുദായത്തിൻ്റെ കഥകൾ തുടങ്ങി മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ തുടക്കം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് അവൻ്റെ റൂഹ് പിടിക്കുന്നത് എന്നടക്കം ഇതിൽ പറയുന്നുണ്ട്. ഖബറിലെ അദാബ്, അവിടെയുള്ള ശിക്ഷ, റൂഹുകളെക്കുറിച്ച്, ഖിയാമത്ത് നാള് തുടങ്ങി മനുഷ്യൻ്റെ ബുദ്ധിക്കതീതമായ, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും ഇന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഈ ഗ്രന്ഥത്തിലുണ്ടെന്ന് പറഞ്ഞ് മാ ഫറത്തിനാ ഫിൽ കിതാബി മിൻ ഷൈ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ സുയൂത്തി ഇമാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏതൊരു മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് 3 കാര്യങ്ങൾ. 1, ഒരാൾ സന്മാർഗ ദർശനത്തിലെത്തുക, വിജയിക്കുക, ആത്യന്തിക വിജയം. റബ്ബിൻ്റെ മുന്നിൽ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കണം. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന, ഇതായിരുന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ഹിദായത്ത് വേണോ? ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. ഹിദായത്ത് വേണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കണം. നിങ്ങൾക്ക് വിജയമാണ് വേണ്ടത്, ദുനിയാവിലും ആഖിറത്തിലുമുള്ള വിജയം നിങ്ങൾ ഉദ്ദേശിക്കുന്നു. മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതശ്ഖാ, സൂറത്തു ത്വാഹ. അതായത് ഈ ഗ്രന്ഥം മുറുകെ പിടിച്ച ഒരുത്തനും പരാജയപ്പെടുകയില്ല. അപ്പം വിജയം ആഗ്രഹിക്കുന്നവൻ, ഹിദായത്ത് ആഗ്രഹിക്കുന്നവൻ. അവസാനമായിട്ട് ഖുർആന്റെ മറ്റൊരു ചോദ്യം, ബറക്കത്ത്. ജീവിതത്തിൽ സന്തോഷം വേണം, ഒരുപാട് ഖൈറ് വേണം, ബറക്കത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ
കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ. ഈ ഗ്രന്ഥം ബറക്കത്താണ്. നമുക്ക് അത് പാരായണം ചെയ്യുന്നതിലൂടെ, അതിനുവേണ്ടി നമ്മൾ ഖിദ്മ ചെയ്യുന്നതിലൂടെ, ആ ഖുർആനെ കുറിച്ച് പഠിക്കുന്നതിലൂടെ നമുക്ക് ബറക്കത്ത് ലഭിക്കും. ഈ സമയവും കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കും ബറക്കത്താവും. കാരണം നാം സംസാരിക്കുന്നത് ഖുർആനിനെ കുറിച്ചാണ്. ഖുർആനിനെ നമ്മൾ മുറുക്കെ പിടിക്കുമ്പോൾ യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി, അതതിൻ്റെ വാഹകർക്ക് ഒരു ശുപാർശകനായി ഖിയാമത്ത് നാളിൽ കടന്നു വരിക തന്നെ ചെയ്യും. ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവാൻ പോകുന്ന അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന ജന്മങ്ങൾ, അവിടെ ടെക്നോളജി വർദ്ധിക്കും, മോഡേൺ എറകളാണ്, സിസ്റ്റങ്ങൾ മാറും, ഭൗതിക വികാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ കിതാബുൻ ഉഹ്കിമത് ആയാതുഹു സുമ്മ ഫുസ്സിലത് മിൻ ലദുൻ ഹകീമിൻ ഖബീർ, ഈ ഗ്രന്ഥത്തെക്കുറിച്ച് സൂചന നൽകിയത് ഇത് ഹക്കീമുൻ ഖബീറുമായ റബ്ബിൻ്റെ അടുക്കൽ നിന്നാണ് എന്ന്. നിങ്ങളൊന്ന് ചിന്തിക്കണം. ഈ ഗ്രന്ഥം ഹക്കീമാകുന്ന, ഖബീറാകുന്ന, സൂക്ഷ്മജ്ഞാനിയായ, എല്ലാ വിഷയങ്ങളെക്കുറിച്ചും കൃത്യമായി അറിവുള്ള, ഹിക്മത്തുള്ളവനാണ്. അവിടെ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ വിശേഷണം പറഞ്ഞത് ഹക്കീമുൻ ഖബീർ എന്നാണ്. വലം യഖുൽ മിൻ റഹ്മാനിൻ വലാ റഹീം, റഹ്മാനും റഹീമും എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഈ ഗ്രന്ഥം ഒരു ഹിക്മത്ത്, അത്ഭുതങ്ങൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളുന്ന, ഹിക്മത്ത് ഉൾക്കൊള്ളുന്ന ഹക്കീമിൻ്റെ ഭാഗത്ത് നിന്ന് ആവൽ അനിവാര്യമാണ്. ഈ ഗ്രന്ഥം ഹക്കീമിൻ്റെ ഭാഗത്ത് നിന്നായിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വർഷങ്ങളെടുത്ത് നിരക്ഷരരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇറക്കുമ്പോൾ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അവിടെ ഒരുപാട് തെറ്റിദ്ധാരണകൾക്കും വൈരുദ്ധ്യങ്ങൾക്കും ഇടയുണ്ടാകും. അതുകൊണ്ട് ഹിക്മത്തുള്ള റബ്ബിൻ്റെ ഭാഗത്ത് നിന്നാണ് ഈ ഗ്രന്ഥമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം സർകശി അവരുടെ ബുർഹാൻ എന്ന് പറയുന്ന ഉലൂമുൽ ഖുർആനുമായി ബന്ധപ്പെട്ട ആ പ്രസ്തുത ഗ്രന്ഥത്തിൽ നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ സന്ദർഭത്തിൽ ജിന്നുകൾ പറഞ്ഞ സംസാരമുണ്ട്. ഉഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലു, അവർ പറഞ്ഞു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ, ജിന്നുകൾ പോലും അത്ഭുതപ്പെട്ട ഗ്രന്ഥമാണിത്. ഖുർആനൻ അജബ, ഒരു അജബാണ് ഞങ്ങൾ കണ്ടത്, ഒരു അത്ഭുതമാണ് ഈ ഖുർആൻ എന്നാണ് അവർ പറഞ്ഞത്. മനുഷ്യൻ ഭൗതികപരമായിട്ട് ജിന്നുകളെക്കാൾ വികാസമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഈ അജബായ ഗ്രന്ഥത്തോട് ഏറ്റവും കടമപ്പെട്ടവൻ ഈ മനുഷ്യനാണ്. അതുകൊണ്ട് നാം ഖുർആനിലേക്ക് മടങ്ങണം. അത് പഠിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ ചിലപ്പം സമയം നാം മാറ്റിവെക്കണം. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ അലാ നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. സൂറത്തു ശുഅറയിൽ നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്കാണ് ഖുർആൻ ഇറങ്ങിയത്. ഇവിടെ അലാ സമഇക എന്ന് പ്രയോഗിച്ചിട്ടില്ല. കാരണം ഖുർആൻ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങേണ്ടതാണ്. അതുകൊണ്ടാണ് ഹൃദയങ്ങളുടെ പരിധികൾക്കപ്പുറം നമ്മുടെ മനസ്സ് തുറന്ന് ഖുർആൻ കേൾക്കണം. കേവലം കർണപുടങ്ങളെ കൊണ്ട് ആസ്വദിക്കാനുള്ള ഗ്രന്ഥമല്ലേ ഇത്. ഇതിൻ്റെ അത്ഭുതങ്ങൾ അറിയണം, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങണം. അള്ളാഹു ഖുർആൻ പഠിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മറ്റൊന്ന്, പരിശുദ്ധ ഖുർആനിനെ മഹ്ഫൂദ്, അതിൻ്റെ സംരക്ഷണം നാം ഏറ്റെടുക്കേണ്ടതില്ല. കാരണം അത് എല്ലാ സമയത്തും അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഫീ ലൗഹിൻ മഹ്ഫൂദ്, ലൗഹുൽ മഹ്ഫൂദിൽ അത് കൃത്യമായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇറങ്ങുന്ന അവസരത്തിൽ വമാ തനസ്സലത് ബിഹി ഷയാത്തീൻ, ഷെയ്ത്താന്മാരല്ലാതെ ഇറക്കിയതെന്ന് പറയുന്നുണ്ട്. കാരണം ഈ ഖുർആൻ ഇറങ്ങുന്നത് അത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹുവിൻ്റെ 100% പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ്. എന്നാൽ ഖുർആൻ ഇറങ്ങിയതോടുകൂടെ ഖിയാമത്ത് നാൾ വരെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ഇതിനെ സൂക്ഷിക്കുമെന്നത് റബ്ബ് ഏറ്റെടുത്തതാ. ഇന്നാ ലഹു ലഹാഫിലൂൻ, നമ്മൾ ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കുക, ഖുർആൻ ഹിഫ്ളാക്കുക, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക. ഇത് ഖുർആനിൻ്റെ ആവശ്യമല്ല, മറിച്ച് നമ്മുടെ വിജയത്തിനുള്ള ഒരു ഘടകമാണ്. ഖുർആനിൻ്റെ ഹിഫ്ളിന് നിങ്ങളുടെ ആവശ്യമില്ല, അത് അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വിജയത്തിന് ഖുർആനിൻ്റെ ഹിഫ്ള് നമുക്ക് ആവശ്യമുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മസ്റൂഖ് എന്ന് പറയുന്ന ആളുടെ സാക്ഷ്യം, മാ നസ്അലു അസ്ഹാബ മുഹമ്മദിൻ അൻ ഷൈഇൻ ഇല്ലാ അല്ലമഹു ഫിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ എന്ത് ചോദിച്ചാലും സ്വഹാബത്ത് പറയുക. കാരണം ഞങ്ങൾ എന്ത് സ്വഹാബത്തിനോട് ചോദിച്ചാലും അതിൻ്റെ എല്ലാം ഉത്തരം പരിശുദ്ധ ഖുർആൻ ഉള്ളതുകൊണ്ട് അവർ ധൈര്യമായിട്ട് ഞങ്ങളോട് നേരിടാറുണ്ട്. ഈ ഖുർആൻ വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈ, എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വ്യക്തമായ വിശദീകരണം ഈ ഗ്രന്ഥത്തിലുണ്ട്. അത് പഠിക്കാൻ നാം സന്നദ്ധരാവണം. നമ്മുടെ കുടുംബത്തിനെ, നമ്മുടെ ഭാര്യ സന്താനങ്ങളെ ഇത് പഠിപ്പിക്കണം, അതിലേക്ക് പ്രേരിപ്പിക്കണം. എല്ലാവരും പരിശുദ്ധ ഖുർആനിനെ ഒരു
വൈരുദ്ധ്യമുള്ള ഗ്രന്ഥമായി ചൂണ്ടിക്കാണിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവസാനമായി ഖുർആനിൻ്റെ ഒരു ആയത്തും കൂടി ഞാൻ നിങ്ങളിലേക്ക് ഉണർത്തുകയാണ്. വമാ അൻസൽനാ അലൈക്കൽ കിതാബ ഇല്ലാ ലിതുബയ്യിന ലഹും അല്ലദി ഇഖ്തലഫൂ ഫീഹി. അതായത് അഭിപ്രായ വ്യത്യാസമുള്ള, അസംഘടിതമായി നിൽക്കുന്ന, ചേരിതിരിഞ്ഞ് നിൽക്കുന്ന വിഷയങ്ങളിലെല്ലാം കൃത്യമായ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥം നാം അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അള്ളാഹു ഈ ഖുർആനെ കുറിച്ച് നമ്മളോട് പറയുന്നത്. അത് ഹുദയാണ്, അത് റഹ്മത്താണ്. പക്ഷേ ഒരു കണ്ടീഷനും ഉണ്ട്. അതിനെ ലിഖൗമിൻ യുഅ്മിനൂൻ, ഈ ഖുർആൻ ഈ വിശ്വസിച്ചുകൊണ്ട് ചെവി കൊടുക്കണം. നിഷ്പക്ഷമായി കൊണ്ട് ഖുർആനിനെ നിങ്ങൾ വിലയിരുത്തണം. ഇതിനെ തകർക്കണം, അതല്ലെങ്കിൽ ഇത് ഒരിക്കലും സ്വീകരിക്കൂല എന്ന മനസ്സോടുകൂടെ നിങ്ങൾ ഖുർആനിനെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയൂല. അതുകൊണ്ട് ഒരു നിമിഷം ഖുർആനിലേക്ക് നിങ്ങൾ മടങ്ങണം, ഖുർആൻ പഠിക്കണം. അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ കേട്ടതും പറഞ്ഞതും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ